ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുമായി ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു പോക്കറ്റ് പെയിൻറ് എന്ന് പറയുന്ന ഒരു യൂസ്ഫുൾ ആപ്പാണ്. ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ നല്ല ഈസി ആയിട്ട് പെയിൻറ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ കുട്ടികളെ കൊണ്ട് നമുക്ക് പെയിൻറ് ചെയ്യിക്കാം. അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാം, ഇമേജസൊക്കെ ഇൻസേർട്ട് ചെയ്യാം. നല്ല രീതിയിൽ നമുക്കൊരു പോസ്റ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് ഈ പോക്കറ്റ് പെയിൻറ്. വളരെ കുറവും MB മാത്രമാണ് മെമ്മറി യൂട്ടിലൈസ് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്കിതിന് ഇതാണ് പോക്കറ്റ് പെയിൻറ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇതിന് ക്ലിക്ക് ചെയ്യുകയാണ്. പോക്കറ്റ് പെയിൻറ് ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിവിടെ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ക്യാൻവാസ്. ഈ ക്യാൻവാസിൽ നമുക്ക് ഈ 3 ഡോട്ട്സിൽ നമ്മുടെ മെനു ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഹെൽപ്പിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനായിട്ട് സാധിക്കും. ബ്രഷ് ടൂള്, ഹാൻഡ്, ഇറേസർ, ലൈൻ ടൂള്, ദെൻ ട്രാൻസ്ഫോം, ടെക്സ്റ്റ്, അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഷേപ്സ്, കുറച്ച് ടൂൾസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻവാസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാം. ആ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ നമുക്ക് ക്യാൻവാസിൻ്റെ സൈസൊക്കെ ഒന്ന് റീസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ക്യാൻവാസിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ട് ജസ്റ്റ് ട്രാൻസ്ഫോം എടുത്ത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുകയാണ്. മുകളിലോട്ടൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്തു, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ അത് ഫില്ലായി. അപ്പോൾ സൈസ് കൂടി. ഇനി നമുക്കിതിൻ്റെ ഹൈറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അഗെയിൻ നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിന് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ആക്കി ജസ്റ്റ് അഗെയിൻ ഒന്ന് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ സൈസ് വിഡ്ത്ത് ഒന്ന് കുറഞ്ഞു. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ട്രാൻസ്ഫോമിലൂടെ റീസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്കൊരു പോസ്റ്റർ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് ഒരു ഫിൽ എന്ന് പറയുന്ന ടൂൾ എടുക്കാം. നമ്മൾ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂളുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, ഇനി ഞാനിവിടെ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഞാൻ കളർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് അപ്ലൈ കൊടുത്തു. ഇനി കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിൽ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. നമുക്ക് കളർ ഓപ്ഷൻ എങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ ടോളറൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്താൽ മാത്രമേ കളർ വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുത്ത കളർ ഇവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കളർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇമേജസ് ഇൻസേർട്ട് ചെയ്യാം, ടെക്സ്റ്റ് കൊടുക്കാം, ഷേപ്സ് കൊടുക്കാം. ഞാൻ ടെക്സ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റിൽ ഞാൻ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ കളർ തന്നെയാണ്. അപ്പോൾ ഈ കളർ തന്നെയാണ് അവിടെ ടെക്സ്റ്റിന് വരിക. അപ്പോൾ അത് മാറ്റുമ്പോൾ നമ്മൾ കളർ ജസ്റ്റ് മാറ്റി കൊടുക്കാം. എന്നാൽ മാത്രമേ അവിടെ കളർ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് എഴുതിയത് കാണുള്ളൂ. ഇനി ഇതിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, അണ്ടർലൈൻ കൊടുക്കാം, ഇറ്റാലിക് ആക്കാം, ബോൾഡ് ആക്കാം. നമുക്ക് അതിൻ്റെ ആ ഒരു ഫോണ്ടിൻ്റെ സ്റ്റൈലും മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനെ ജസ്റ്റ് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്താൽ മാത്രമേ അവിടെ വരുള്ളൂ. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, ഒന്ന് ഡബിൾ ക്ലിക്ക് പോലെ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇമ്പോർട്ട് ഇമേജ്. ഈ ഇമേജസൊക്കെ ഞാൻ നേരത്തെ തന്നെ ഗൂഗിൾ ക്രോമിൽ നിന്നും ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്നും ഈ ഇമേജസുകളെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇമേജസ് ക്ലിക്ക് ചെയ്തു. ഞാൻ ജസ്റ്റ് ഓരോരോ ഇമേജസായിട്ട് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് അവിടെ ഫിക്സ് ആയിരിക്കുള്ളൂ. നെക്സ്റ്റ് ഇമേജ് എടുത്തു. ആ ഇമേജിൽ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ അതവിടെ ഫിക്സ് ആയിരിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇമേജിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂളിൽ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇമേജ് എടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഇമേജ് എടുത്തു. ഞാൻ അതിനെ ജസ്റ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക. ദെൻ അഗെയിൻ ടൂൾ ക്ലിക്ക് ചെയ്തു. ഇമ്പോർട്ട് ഇമേജ്. ഓക്കെ, ഇമേജും കൂടി എടുത്തു. ഓക്കെ, നമുക്കിതിനെ റൊട്ടേഷനൊക്കെ ചെയ്യാം. സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അതിനെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ ആക്കി നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ സൈഡ് ഭാഗത്തൊക്കെ ക്ലിക്ക് ചെയ്താൽ റൊട്ടേഷനും അതുപോലെ തന്നെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ്. ശരിക്കും ആ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പാർട്സ് ഓഫ് കമ്പ്യൂട്ടറായി. ഇനി നമുക്കിവിടെ മൗസ്, കീബോർഡ്, പ്രിൻ്ററിന് മാത്രം എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. ടെക്സ്റ്റ് എടുക്കാം. ഓക്കെ, ഞാനത് ടാപ്പ് ചെയ്യാത്ത കാരണം അത് പോയി. ഓക്കെ, നെക്സ്റ്റ് ടാപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഡബിൾ ടാപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡോർ എടുക്കുമ്പോൾ അത് ഓവർ റൈറ്റ് ചെയ്ത് പോകും കേട്ടോ. നമ്മൾ ടാപ്പ് എപ്പോഴും യൂസ് ചെയ്യണം. നമുക്കത് കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കീബോർഡ് ഓക്കെ, ബോൾഡ് ആക്കാം. ഡൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് കീബോർഡ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൈസ് ഇങ്ങനെയും ചെറുതാക്കാം. ഓക്കെ, ഇവിടെ കീബോർഡിന് ടൈപ്പ്. നമുക്കിതിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കി കൊടുക്കാം. അപ്ലൈ ചെയ്തു. ഇനി മൗസ് ഇതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുക. ദെൻ മൗസ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. മൗസ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഡൺ ക്ലിക്ക് ചെയ്തു. ഇതിനെടുത്ത് മൗസിനെടുത്ത് ജസ്റ്റ് നമുക്ക് സെൻറ്ററിൽ മൗസ്. പിന്നെ നെക്സ്റ്റ് പ്രിൻ്റർ. ഓക്കെ, ഡൺ. പ്രിൻ്ററിന് നമുക്ക് ജസ്റ്റ് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാനായിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ഇമേജ്. ഈ സേവ് ഇമേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഗാലറിയിൽ പോയിട്ട് സേവായി കിടക്കുന്നുണ്ടായിരിക്കും. ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പോസ്റ്റർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്യാൻവാസിൻ്റെ സൈസ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ഇതുപോലെ എളുപ്പത്തിലൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് പോക്കറ്റ് പെൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കളറിങ്, കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ഡ്രോയിങ്സ് ഒക്കെ ചെയ്യിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ കളർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ക്യാൻവാസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വൈറ്റ് ആക്കുന്നതായിരിക്കും നല്ലത്. വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ വൈറ്റ് കളർ എടുത്തു. ഇനി ടൂൾസിൽ പോയിട്ട് ഫില്ല് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ വൈറ്റ് കളറായി. ഇനി നമുക്ക് ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ബ്രഷ് എടുക്കാം. ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ബ്രഷുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എത്രത്തോളം അതിൻ്റെ സൈസ് കൂട്ടണം കുറയ്ക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. അത് ജസ്റ്റ് ചെറിയൊരു എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു ഡ്രോയിങ്സ് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വരയ്ക്കാം. കളർ മാറ്റി കൊടുക്കണം. കളർ ബ്ലാക്ക് ആക്കാം. ഓക്കെ, ഇങ്ങനെ കുട്ടികളെ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെറിയ നല്ല രീതിയിൽ എന്തെങ്കിലും കുഞ്ഞു ഡ്രോയിങ്സൊക്കെ ഇതുപോലെ വരപ്പിക്കാം. ഇതിവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യണമെന്നാലും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ പുറത്തോട്ട് പോകും. നമുക്ക് ഇതുപോലെയൊക്കെ ഇവിടെ വേരൊക്കെ തന്നെ വരയ്ക്കുമ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ക്ലോസ് ആയിരിക്കണം. നമുക്ക് വീടൊക്കെ വരയ്ക്കാം. ഇതുപോലെ തന്നെ വീട് വരയ്ക്കണമെങ്കിൽ നമുക്ക് ലൈൻസ് എടുത്തിട്ട് വേണമെങ്കിലും വീട് വരയ്ക്കാം. ലൈൻസ് എടുക്കാം. ഓക്കെ, ഇനി ഇതുപോലൊക്കെ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് വരപ്പിക്കാം. ഇതും കൂടെ ചെയ്യാം. കളർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. കളർ മാറിയിട്ടുണ്ട്. ജസ്റ്റ് വേറൊരു കളർ കൊടുക്കാം. അതുപോലെ പെയിൻറ്റിങ്സൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വരച്ചിട്ട് കുട്ടികളോട് പെയിൻറ്റിങ്സൊക്കെ ചെയ്യാൻ പറയാം.
ഇതുപോലെ നമുക്ക് പിക്ചേഴ്സൊക്കെ കുട്ടികളെ കൊണ്ട് ഈസി ആയിട്ട് വരപ്പിച്ചിട്ട് ഒന്നല്ലെങ്കിൽ വരപ്പിക്കാം, അല്ലെങ്കിൽ കളറിങ് ചെയ്യിപ്പിക്കാൻ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് ഒരു പിക്ചർ ഡയറക്റ്റ് കളറിങ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു പിക്ചർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക്. എന്നിട്ട് ആ പിക്ചറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു ടാപ്പ് ആവും. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അതവിടെ ഇമേജ് അവിടെ ഫിക്സ് ആവും. ഓക്കെ, ഇനി നിങ്ങൾ ഫിൽ കളർ എടുക്കാം. ഫിൽ കളർ എടുത്തിട്ട് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ വരും. ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കളറിങ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.